രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ പോയ ഭർത്താവ് തന്റെ പുതിയ വാച്ച് ഊരി വാഷ് ബേസിന്റെ സൈഡിൽ വെച്ചു. അത് നനയണ്ട എന്ന് കരുതിയ ഭാര്യ അതെടുത്ത് ഭക്ഷണ മേശപ്പുറത്തേക്ക് വെച്ചു. മേശപ്പുറത്തിരുന്ന് ചോക്ലേറ്റ് എടുക്കുന്ന തിരക്കിൽ മകന്റെ കൈതട്ടി വാച്ച് നിലത്ത് വീണ് പൊട്ടിപ്പോയി. പെട്ടെന്നുണ്ടായ കോപത്തിൽ ഭർത്താവ് ഭാര്യ ഒരുപാട് തെറി പറഞ്ഞു. ഭാര്യ മകനെ ഒരുപാട് തെറി പറഞ്ഞു. മകൻ അപ്പനെയും അമ്മയെയും ഒരുപാട് തെറി പറഞ്ഞു. അല്പനേരം കൊണ്ട് വീട്ടിലെല്ലാവരും മനസ്സിന്റെ താളം തെറ്റി. കോപത്തില് പ്രാതൽ പോലും കഴിക്കാതെ ഭർത്താവ് അമിത വേഗതയിൽ കാർ ഓടിച്ച് ഓഫീസിലേക്ക് പോയി. ഓഫീസിന്റെ അടുത്ത് എത്തിയപ്പോൾ അയാൾ ഓർത്തു, ഇന്ന് കോടികൾ ലാഭമുണ്ടാക്കുന്ന ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ ധൃതിയിലും കോപത്തിനും ഇടയിൽ അയാൾ ഫയലുകൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. അയാൾ വന്നതിലും വേഗതയിൽ കാർ ഓടിച്ച് വീട്ടിലെത്തി. പക്ഷെ വീട് പൂട്ടി, ഭാര്യ ജോലിക്ക് പോയി, മക്കൾ സ്കൂളിലേക്കും പോയി. അദ്ദേഹം ഭാര്യയെ വിളിച്ച് പെട്ടെന്ന് വീടിന്റെ ചാവി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കുറെ നേരം കാത്തിരുന്നും ഭാര്യ വരാതായപ്പോൾ അയാൾ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് ഫയലുകളുമായി ഓഫീസിലേക്ക് ഓടിച്ചെന്നു. പക്ഷെ ഓഫീസിലെത്തുമ്പോഴേക്കും ക്ലയന്റ് വെയിറ്റ് ചെയ്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി വേറെ കമ്പനിയിലേക്ക് പോയി. ഇയാൾ വൈകിയത് മൂലം കോടികൾ നഷ്ടം വന്ന കമ്പനിയുടെ മുതലാളി ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കി. തിരിച്ച് നിരാശനായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഫോൺ കോള് ഭാര്യ ആക്സിഡന്റായ ഹോസ്പിറ്റലിലാണെന്ന്. കാരണം ചാവി തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ധൃതിപ്പെട്ട് വാഹനം ഓടിച്ചപ്പോൾ ആക്സിഡന്റ് പറ്റിയതാണ്. ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലി നഷ്ടമായി, ഭർത്താവിന് ജോലി നഷ്ടമായി, വീടിന്റെ ലോണ്, കാറിന്റെ ലോണ്, വീട്ടു ചെലവ്, മക്കളുടെ പഠനം എല്ലാം മുടങ്ങി. രണ്ടുപേരും പെരുവഴിയിലായി. മാത്രമല്ല ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ മാതാപിതാക്കൾക്ക് അതൃപ്തിയുണ്ട്, കൂടെ പിറന്നവർക്ക് അതൃപ്തിയുണ്ട്, സഹായിക്കാൻ ആരുമില്ല. കഥയുടെ സാരം, വാച്ച് വീണ് പൊട്ടിയത് ഈ കുടുംബത്തിലെ 1% പ്രശ്നമാണ്. പക്ഷെ അതിനോട് വൈകാരികമായി ഭർത്താവും ഭാര്യയും മക്കളും പ്രതികരിച്ചതാണ് ബാക്കി 99 പ്രശ്നങ്ങളുടെയും കാരണം. സുഭാഷിതങ്ങൾ 14:29 പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. സത്യത്തിൽ വാച്ച് പൊട്ടിയ ഉടനെ ഭാര്യയോട് നീ വാച്ച് നനയാതിരിക്കാൻ മാറ്റിവെച്ചതിന് നന്ദിയെന്നും മകനോട് പപ്പയുടെ വാച്ച് പൊട്ടിച്ചതിൽ സങ്കടമുണ്ട്, ഇനി എന്തെങ്കിലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കൂട്ടുകാരെ, ഇനി കോപം വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ കഥയൊന്ന് മനസ്സിൽ ഓർക്കണം കേട്ടോ.